മലയാള സിനിമയിലെ മേലാളന്മാരുടെ മുഖം മൂടി വലിച്ചു കീറിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമാണ് കോട്ടയം ശാന്ത. സിനിമാ മംഗളത്തിൽ കോട്ടയം ശാന്ത എഴുതിയ അഗ്നി വഴികൾ എന്ന ആത്മകഥ വളരെ ശ്രദ്ധേയമാണ്. മധു വൈപ്പന എഡിറ്ററായിരുന്ന കാലത്താണ് അഗ്നി വഴികൾ സിനിമാ മംഗളത്തിൽ വന്നത്. സിനിമാ മംഗളത്തിൻ്റെ സർക്കുലേഷൻ 1,00,000 ഈ ആത്മകഥ കാരണം. അതിൽ പല മുഖങ്ങളെയും വലിച്ചു കീറുന്നുണ്ട് കോട്ടയം ശാന്ത. ആ ആത്മകഥ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ സംഘടന കോട്ടയം ശാന്തയെ സമീപിച്ചു. എന്നാൽ ബോൾഡായ തീരുമാനമാണ് കോട്ടയം ശാന്ത എടുത്തത്. തൻ്റെ ആത്മകഥ നിർത്തില്ല എന്ന് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അത് കാരണം അമ്മയുടെ കൈനീട്ടം കോട്ടയം ശാന്തയ്ക്ക് കിട്ടാതെ വന്നു. എങ്കിലും അവർ ബോൾഡായി തന്നെ തൻ്റെ ആത്മകഥ എഴുതി. ആ ആത്മകഥയിൽ പല മഹാന്മാരുടെയും വൃത്തികെട്ട മുഖം വലിച്ച് കീറുന്നുണ്ട്. വൃത്തികെട്ട മുഖം അനാവരണം ചെയ്യുന്നുണ്ട് കോട്ടയം ശാന്ത. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം തിക്കുറിശ്ശി സുകുമാരൻ നായരെ കുറിച്ചാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായർ ഒരു കാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട താരമായിരുന്നു, മുതിർന്ന താരമായിരുന്നു. മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ ജീവിത നൗക എന്ന ചിത്രം 1 വർഷമാണ് തിയേറ്ററിൽ ഓടിയത്. പിന്നീട് അദ്ദേഹം മുതിർന്ന വേഷങ്ങൾ സ്വീകരിച്ചു. തിക്കുറിശ്ശി ഇല്ലാത്ത സിനിമ ഒരു കാലത്ത് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ഡിമാൻഡായിരുന്നു തിക്കുറിശ്ശിക്ക്. അദ്ദേഹത്തിൻ്റെ പേരിടലും വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അബ്ദുൽ ഖാദറെ പ്രേം നസീർ ആക്കിയത് തിക്കുറിശ്ശിയാണ്. പ്രിയദർശൻ എന്ന പേരിട്ടത് തിക്കുറിശ്ശിയാണ്. സുകുമാരൻ്റെ കല്യാണ മണ്ഡപത്തിന് സ്യമന്തകം എന്ന പേരിട്ടത്, നടൻ സുകുമാരൻ്റെ കല്യാണ മണ്ഡപത്തിന് സ്യമന്തകം എന്ന പേരിട്ടത് തിക്കുറിശ്ശിയാണ്. അങ്ങനെ നല്ല ഭാഗ്യമുള്ള പേരുകളിടാൻ ബിരുദുള്ള വ്യക്തിയായിരുന്നു തിക്കുറിശ്ശി. അതോടൊപ്പം തിക്കുറിശ്ശിക്ക് ശൃംഗാര അശ്ലീല തമാശകൾ പറയാനും ബിരുദുണ്ടായിരുന്നു. തിക്കുറിശ്ശി 2 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 2 ഗാനങ്ങളിലും അശ്ലീലമുണ്ട്. ഒന്ന് കാർകൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലം എന്ന ഗാനം, അത് പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കണം. 2 പൂമത്തപ്പുറത്ത് ഞാൻ നിന്നെ കിടത്തും പൊന്നാഭരണമെല്ലാം അഴിച്ചു വയ്ക്കും എന്ന ഗാനം. ഈ 2 ഗാനത്തിലും അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്നുണ്ട് തിക്കുറിശ്ശി. സകലകലാവല്ലഭനായിരുന്നു അദ്ദേഹം, കഥകളെഴുതുമായിരുന്നു അദ്ദേഹം. ആ തിക്കുറിശ്ശിയാണ് കോട്ടയം ശാന്ത വലിച്ചു കീറിയത് തൻ്റെ അഗ്നിവഴികൾ എന്ന ആത്മകഥയിലൂടെ. ഉണ്ണിമേരി മലയാളത്തിൽ കടന്നു വന്ന കാലം. 14 വയസ്സുള്ളപ്പോഴാണ് ഉണ്ണിമേരി നായികയാവുന്നത്. തടിച്ച ശരീരവും വണ്ണമുള്ള തുടകളും ഒക്കെയായി മാദക തിടമ്പായി ഉണ്ണിമേരി വന്നു. അതിനു മുമ്പ് അവർ ബാലതാരമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിമേരിയുടെ തടിച്ച തുടകളും നിറമാറിടങ്ങളും തടിച്ച മാറിടങ്ങളും ഒക്കെ ചർച്ചാ വിഷയം ആയി. സിനിമയിൽ പല വിധത്തിലുള്ള ഗോസിപ്പുകൾ അതേപ്പറ്റി ഉണ്ടായി. ഉണ്ണിമേരി ഹോർമോൺ ചികിത്സ നടത്തി എന്നായിരുന്നു ഒരു ഗോസിപ്പ്. ഹോർമോൺ ചികിത്സ നടത്തിയാണ് തുടകൾക്കും മാറിടങ്ങൾക്കും നിതംബത്തിനും ഒക്കെ ഉണ്ണിമേരി വണ്ണം വെപ്പിച്ചതെന്ന് വാർത്തകൾ വന്നു. തിക്കുറിശ്ശിയുടെ കാതിലും ഈ വാർത്ത എത്തി. അപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞ കോട്ടയം ശാന്തയോട് പറഞ്ഞ ഒരു ഡയലോഗാണ്: എന്തിനാണ് ഹോർമോൺ ചികിത്സ? എൻ്റെ മടിയിൽ ആ പെൺകൊച്ച് വന്നിരുന്നാൽ മതി, ഞാൻ കൈവളം കൊടുത്ത് എല്ലാം വലുതാക്കുമായിരുന്നല്ലോ. അതായത് ഉണ്ണിമേരിയുടെ മാറിടങ്ങളും തുടകളും നിതംബവും എല്ലാം കൈവളം കൊടുത്ത് വലുതാക്കും എന്നാണ് തിക്കുറിശ്ശി പറഞ്ഞത്. ആ നിമിഷം തിക്കുറിശ്ശിയെ താൻ വെറുത്തുപോയി എന്ന് കോട്ടയം ശാന്ത പറയുന്നു. തിക്കുറിശ്ശിയുടെ ഈ തമാശ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കേട്ട എല്ലാവരും ചിരിച്ചു. പക്ഷേ തനിക്ക് ചിരിക്കാൻ തോന്നിയില്ല. ഒരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചാണ് തിക്കുറിശ്ശി ഇത്തരം അശ്ലീലം പറഞ്ഞത്. ഇത്തരം അശ്ലീലം പറയാൻ തിക്കുറിശ്ശിക്ക് മാത്രമേ കഴിയൂ എന്നും കോട്ടയം ശാന്ത അതിൽ എഴുതുന്നു. തിക്കുറിശ്ശി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് കോട്ടയം ശാന്തയുടെ ആത്മകഥയും വന്നത്. എന്തായാലും ആ ആത്മകഥ ഉണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. പല മുഖംമൂടികളും
വലിച്ചു കീറിയ കോട്ടയം ശാന്ത ഒടുവിൽ അന്തരിക്കുമ്പോൾ സിനിമാക്കാരാൽ അവഗണിക്കപ്പെട്ടിരുന്നു. കാരണം അവരുടെ എഴുത്തിൽ ആത്മാർത്ഥതയുടെ സ്പർശം അല്ലെങ്കിൽ ആത്മാർത്ഥത കൂടിപ്പോയി.